ലൈഫ് കോച്ചിന്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. പുത്രൻ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. അമ്മച്ചി ഇരുന്ന് ഇന്നത്തെ സദ്യക്കുള്ള സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ അരിയുന്നുണ്ട്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിന് നമ്മള് ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചിന്നൂലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ കാറിന്റെ പേരാണ് കേട്ടോ ചിന്നു. അപ്പോൾ നമ്മള് എന്താണ് സ്കൂട്ടർ, ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടർ എടുത്തതാണ്. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം അതിലൊരു തുള്ളി പെട്രോൾ ഇല്ല ഗൈസ്. നമ്മുടെ പുത്രൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയിട്ട് അവ എന്ത് ചെയ്യും, എണ്ണ അടിക്കാതെ കൊണ്ടുവെക്കും. നോക്കിയപ്പം വറ്റി വരണ്ട് കിടക്കുന്നു. ഇനി തിരിച്ചു വരുമ്പോൾ എണ്ണ അടിക്കണം. എണ്ണ അടിക്കാനുള്ള ബോട്ടിൽ, വേടിക്കാനുള്ള ബോട്ടിലൊക്കെ എടുത്തു വെച്ചോ? എടുത്തു. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് ചിക്കൻ വാങ്ങിക്കാം. ചിക്കൻ വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പെട്രോൾ പമ്പിൽ കയറി എണ്ണ അടിച്ചിട്ട് വരാം. ഓക്കെ. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു, ടീച്ചറിന്റെ വീടിന്റെ അടുത്ത് എന്നും ഉത്സവമാണോ? കാര്യം ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട് നമ്മുടെ വീടിന് 4 ചുറ്റും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ആഘോഷിക്കുന്ന 3 ക്ഷേത്രത്തിലെ ഉത്സവങ്ങളാണ്. അപ്പൊ അതിലൊരു ക്ഷേത്രത്തിലെ ഉത്സവമാണ് കേട്ടോ. നമ്മള് ചിക്കൻ കടയിലെത്താറായി. വലിയ തിരക്കില്ല കേട്ടോ. നമുക്ക് രാവിലെ വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഈ സമയത്ത് നല്ല തിരക്കുള്ള. ഓക്കെ, ചിക്കൻ മേടിച്ചു. ഇപ്പൊ ഉച്ചയ്ക്ക് 1 മണി ആയിട്ടുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് 1 PM ക്ലാസ് തുടങ്ങാം. ബായോ എല്ലാരും. ഹലോ എവരിവൺ, 1 PM ഹാപ്പിനെസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവരിവൺ സ്റ്റാൻഡ് അപ്പ് ഫോർ ഡാൻസിങ്. നമുക്ക് ഡാൻസ് ചെയ്ത് നമ്മുടെ എനർജി ഹൈ ആക്കണ്ടേ? എല്ലാരും റെഡി അല്ലേ? സോ എവരിവൺ പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ഫോർ ഡാൻസിങ്. 2 മണി വരെ ക്ലാസ് ഉണ്ട്. 2 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സദ്യ കഴിക്കുന്നത്. അപ്പോൾ ക്ലാസ്സും കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ സദ്യ കഴിക്കാനായിട്ട് എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. വീട്ടിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടെങ്കിൽ ആ ഒരു വീടൊരു സ്വർഗമായിരിക്കും. ഒരു വീട്ടിലെ മഹാലക്ഷ്മി, അതായത് വീട്ടിലെ ഓരോ സ്ത്രീകളും ഒരു മഹാലക്ഷ്മിയാണെന്ന് ടീച്ചർമ്മ എപ്പോഴും പറയാറുണ്ട്. ആ വീട്ടിലെ മഹാലക്ഷ്മിയായ സ്ത്രീ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, പോസിറ്റീവാണ് എങ്കിൽ ആ വീട് ഒരു സ്വർഗമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഒരു സന്തോഷം, നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ടീച്ചറും ആഗ്രഹിക്കുന്നതും എല്ലാവരുടെയും വീടുകൾ സ്വർഗതുല്യമായി മാറണമെന്നാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.